മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് സ്ത്രീപക്ഷ പ്രവർത്തകർ. ഇതിന് തയ്യാറായില്ല എങ്കിൽ സർക്കാർ രാജി ആവശ്യപ്പെടണം. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കണമെന്നും ആവശ്യമുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലിം, 100 വനിതാ പ്രവർത്തകരാണ്, അതുകൊണ്ട് തന്നെ ശക്തമാണ് മുകേഷിനെതിരെ ഉയരുന്ന ആവശ്യവും. അത് ഏറ്റവും പ്രമുഖർ തന്നെ ഉൾപ്പെട്ട സ്ത്രീപക്ഷ പ്രവർത്തകർ ആണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നതല്ലേ? വേണം, തീർച്ചയായും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട വിവിധ കോണുകളിൽ നിന്ന് സമ്മർദ്ദം ശക്തമാണ്. അത് സർക്കാരിന് മേൽ പല വിധത്തിൽ പല തലങ്ങളിലാണ്. അതിലേറ്റവും ഒടുവിലാണ് ഈ 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ഒന്നിച്ചു ചേർന്നുള്ള ഒരു വലിയ ഒപ്പുശേഖരണം നടത്തിയുള്ള ഒരു ഹർജി സർക്കാരിന് മുൻപിൽ വെച്ചിരിക്കുന്നത്. അത് നേരത്തെ സർക്കാർ ഈ നിലയിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ പറഞ്ഞത് UDF MLA-മാരും ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ രാജിവെച്ചിരുന്നില്ലല്ലോ എന്നാണ്. പക്ഷേ അത് ഇടതുപക്ഷ ധാർമ്മികതയ്ക്കെതിരാണ്. മാത്രമല്ല, ഇരയ്ക്കൊപ്പം എന്നുള്ള സമീപനമല്ല സർക്കാരിന്, വേട്ടക്കാരനൊപ്പം എന്നുള്ള സമീപനമാണ് എന്ന നിലയിലാണ് സ്ത്രീപക്ഷ പ്രവർത്തകർ ആ നിലയിൽ കത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് മുകേഷിന് മേൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തന്നെ മുകേഷിന്റെ കൊല്ലത്തെ വസതിയിലേക്ക് സമര പരമ്പരകളായിരുന്നു. അത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന നിലയിലായിരുന്നു സമരവും മാർച്ചും ഒക്കെ നടന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ യുവമോർച്ചയുടെ മാർച്ചുണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസ്, UDF-ന്റേത്, RSPയുടേത്, അങ്ങനെ ഓരോന്നായും അതല്ലാതെയും കൂട്ടമായും ഒക്കെ മുകേഷിന് എതിരെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം ശക്തമാണ്. അതിനിടയിൽ CPIM-ഉം മുകേഷിനെ കൈവിടുന്നു എന്നുള്ളതാണ്. അത് സിനിമാ നയ രൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് ഉറപ്പായും മാറണമെന്ന് CPIM തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതും ഇത്രയും വലിയ സമ്മർദ്ദം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. അതേസമയം MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് ഇപ്പോഴും CPIM-ന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ആ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നറിയില്ല. പക്ഷേ സമ്മർദ്ദം വലിയ ശക്തമായി തന്നെ സർക്കാരിന് മുകളിൽ ഉണ്ട് താനും. മാത്രമല്ല, ചില സിനിമാ പ്രവർത്തകരും മുകേഷിന്റെ രാജി വേണം, മുകേഷ് മാറി നിൽക്കണം എന്നൊരാവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനിടയിൽ ഈ സിനിമാ നയ കമ്മിറ്റിയിൽ നിന്ന് മുകേഷ് സ്വമേധയാ രാജിവെക്കണം എന്നുള്ളതാണ് CPIM-ന്റെ നിലപാട്. പക്ഷേ ഈ ഘട്ടത്തിലും മുകേഷ് ആ നിലയിൽ ഒരു രാജി ആ കമ്മിറ്റിയിൽ നിന്ന് പോലും രാജിവെച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. വേണു, ശരി. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ഒപ്പിട്ട പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ്. സർക്കാരിന് മേലത് വലിയ സമ്മർദ്ദമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്.